റഹ്മാനിലെ ഏറ്റവും മനോഹരമായ റൗണ്ടുകളിലൊന്നായ ഉമ്മുൽ മെഹബൂബ റൗണ്ടിൽ പെർഫോമൻസിനായി എത്തുന്നു അബ്ദുൾ റഹ്മാൻ. അബ്ദുൾ റഹ്മാൻ ഇറങ്ങി വരുന്നത് കാണാനേ ഒരു സന്തോഷം. ചിരിച്ചുകൊണ്ടാണ്. ഇന്ന് എന്താ ഒരു സ്പെഷ്യൽ സന്തോഷം? ഉമ്മാന്റെ മുമ്പിൽ പാടാൻ കിട്ടിയ അവസരം. ആഹാ, ഉമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടല്ലേ വരുന്നേ? അതെ. ഉമ്മ ഏത് പാട്ടാ പാടുന്നതെന്നറിയോ? റൗണ്ടിൽ അബ്ദുൾ റഹ്മാൻ കുട്ടിയായിരുന്നപ്പോ എങ്ങനെയായിരുന്നു ഉമ്മ? കുട്ടിയായിരുന്നപ്പോ ഒരു സൈലന്റ് ആയിട്ട് സൈലന്റ് ആയിട്ടായിരുന്നു. അയ്യോ, ഞാൻ വിചാരിച്ചു നല്ല വികൃതി കുട്ടിയായിരുന്നു എന്ന്. ഇവിടെ ഭയങ്കര വികൃതിയാ. ഉമ്മയ്ക്ക് അറിയില്ലല്ലോ. കഥകളൊക്കെ ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അബ്ദുൾ റഹ്മാൻ അപ്പൊ ഉമ്മയുടെ മുമ്പിൽ പാടാൻ പോവാണ്. അപ്പൊ ഉമ്മയ്ക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജും കൂടെ നമ്മൾ പറയണ്ടേ? അബ്ദുൾ റഹ്മാൻ ഇവിടെ അബ്ദുൾ റഹ്മാന്റെ ഖൽബിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. നമ്മുടെ ഒരു വലിയ ഫാമിലി അല്ലേ, 9 മക്കൾ. ഞാൻ 8ാമത്തെ ആളാണ്. അപ്പോൾ ഉമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, കെയർ ചെയ്തിട്ടുണ്ട്. ഉപ്പ മരിച്ചിട്ട് 10 വർഷമായി. അപ്പം ഉപ്പ ഇല്ലാത്ത വിഷമമൊക്കെ ഉമ്മ എന്നെ അറിയിച്ചിട്ടില്ല. ഉമ്മ എൻ്റെ ഇക്കാക്കമാർക്ക് കൊടുക്കാത്ത പല എന്താ പറയുക സ്നേഹവും എനിക്ക് തന്നിട്ടുണ്ട് ഉമ്മ. പിന്നെ ഞാൻ പണ്ട് സ്കൂളിൽ പോകാത്ത സമയത്ത് രാവിലെ എഴുന്നേക്കും, എന്താ മോനെ സ്കൂളിൽ പോകുന്നില്ലായിരിക്കും. ഞാൻ പറയും ഇന്ന് എന്തോ പനി, തലവേദന എന്നൊക്കെ പറയും. അപ്പോൾ ഉമ്മ എന്നോട് അവിടെ കിടക്കാൻ പറയും. അങ്ങനെ ഞാൻ കുറേ സ്കൂളിൽ പോയില്ല, ക്ലാസ്സൊക്കെ ഇട്ട് 1 വർഷം തോറ്റ്. അങ്ങനെ തോറ്റ് പിന്നീട് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ അങ്ങെത്തി, ഞാൻ അവിടെ തന്നെ പോയി. പിന്നെ എനിക്ക് ബോധം വന്നു. അപ്പോൾ ഉമ്മ അന്ന് എന്നോട് ഒരു ഇതും പറഞ്ഞില്ല, പഠിക്കണം ഇല്ലെങ്കിൽ സ്കൂളിൽ പോകണം. പിന്നെ അതെനിക്ക് ഇത്തിരി വിഷമമുണ്ട്. പക്ഷെ എന്നാലും ഉമ്മ എന്നെ ഭയങ്കര ക്ഷമയാണ് ഉമ്മക്ക്. ഇപ്പം ഞാൻ എറണാകുളത്ത് പഠിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഉമ്മാനെ അധികം കാണാൻ പറ്റുന്നില്ല. കുറേ ആയി നേരിട്ട് കണ്ടിട്ട്. അപ്പം ഉമ്മ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഉമ്മാനെ. എന്താ പറയുക, എൻ്റെ കടലോടുള്ള കുറ്റങ്ങളൊക്കെ ക്ഷമിച്ച് എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ ഉമ്മാക്ക് മാത്രം ഈ പാട്ടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കരയുന്നതെന്തിനാണുമ്മ, വെറുതെ കരളിന്നേറിയുന്ന വിരഹമോർമ്മ. കവിളത്തെ നീക്കുന്നുമ്മ, എന്നാൽ കരൾ പൊട്ടി തേങ്ങുന്നതെന്തിനുമ്മ. പൊന്നുപ്പയോടിന്നുമ്മ തിളങ്ങി, എന്തിനാണെന്നെനിക്കറിയില്ല. പൊന്ന് വിളയുന്ന നാട്ടിലെ തീട്ടുപ്പ ഇന്ന് വരെയും വിളിച്ചിട്ടില്ല. കരയുന്നതെന്തിനാണുമ്മ, വെറുതെ കരളിലേറിയുന്ന വിരഹമോർമ്മ. കവിളത്തെ നീക്കുന്നുമ്മ, തന്നാൽ കരൾ പൊട്ടി തേങ്ങുന്നതെന്തിനുമ്മ.
ശിപായി മടങ്ങുമ്പോൾ ഉമ്മാന്റെ കരളും കരയുമ്പോൾ കത്തുന്ന കൽബുമായി കത്ത് കാത്തിട്ടുമ്മ ഉമ്മര പടിയിലിരിക്കുമ്പോൾ കത്തില്ലെന്നോതി ശിപായി മടങ്ങുമ്പോൾ ഉമ്മാന്റെ കരളും കരയുമ്പോൾ നീരിപ്പുകയുന്ന കൽബുമായെന്നുമ്മ മഹദവനോടിന്ന് തേടിടുന്നു നീരിപ്പുകയുന്ന കൽബുമായെന്നുമ്മ മഹദവനോടിന്ന് തേടിടുന്നു കരയുന്നതെന്തിനാണുമ്മ വെറുതെ കരളിന്നേരിയുന്ന വിരഹമോർമ്മ കവിളത്തെ നീക്കിന്നുറുമ്മ തന്നാൽ കരൾ പൊട്ടി തേങ്ങുന്നതെന്തിനുമ്മ മാസം ചുമന്നെന്നെ പെറ്റിട്ടുമ്മ കണ്ണിൻ മണി പോൽ താരാട്ടിടുന്നു അയ്യോ വളരണ കാലോ വളരണ കണ്ണിനും കണ്ണായി നോക്കിടുന്നു മാസം ചുമന്നെന്നെ പെറ്റിട്ടുമ്മ കണ്ണിൻ മണി പോൽ താരാട്ടിടുന്നു അയ്യോ വളരണ കാലോ വളരണ കണ്ണിനും കണ്ണായി നോക്കിടുന്നു കന്നി വെള്ളം മൂത്തി പത്ത് കണ്ണെന്നുമ്മ ഉള്ളു കൊള്ളിക്കാതെ കോച്ചിടുന്നു കന്നി വെള്ളം മൂത്തി പത്ത് കണ്ണെന്നുമ്മ ഉള്ളു കൊള്ളിക്കാതെ കോച്ചിടുന്നു കരയുന്നതെന്തിനാണുമ്മ വെറുതെ കരളിന്നേരിയുന്ന വിരമോർമ്മ കവിളത്തെ നീക്കിന്നുമ്മ തന്നാൽ കരൾ പൊട്ടി തേങ്ങുന്നതെന്തിനുമ്മ പൊന്നുപ്പയോടെന്നുമ്മ പിണങ്ങി എന്തിനാണെന്നെനിക്കറിയില്ല പൊന്ന് വിളയുന്ന നാട്ടിലെത്തിയിട്ടുപ്പ ഇന്ന് വരെ വിളിച്ചിട്ടില്ല കരയുന്നതെന്തിനാണുമ്മ വെറുതെ കരളിന്നേരിയുന്ന വിരമോർമ്മ കവിളത്തെ നീക്കിന്നുമ്മ തന്നാൽ കരൾ പൊട്ടി തേങ്ങുന്നതെന്തിനുമ്മ ഉമ്മ ഇഷ്ടായോ? ഇഷ്ടായി. അബ്ദുൾ റഹ്മാന്റെ കൂടെ ഉമ്മ മാത്രമേ വന്നിട്ടുള്ളൂ? ഇല്ല, എൻ്റെ ബ്രദറുണ്ട്. ബ്രദറിനെ വിളിക്കൂ.
ബ്രദർ പട്ടുമാലിന്റെ വേദിയിലെ പഴയ ഒരു പാട്ടുകാരനാണെന്ന് അറിഞ്ഞു. അതെ. അതെയോ? എങ്ങനെ പാടി? ഇഷ്ടപ്പെട്ടോ? നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇവിടെ ട്രെയിൻ ചെയ്യുന്നത് ഇക്കയാണോ? അല്ലല്ല, ഞാൻ ഗൾഫിലായിരുന്നു. വന്നാണ് 2 ദിവസമായിട്ടുള്ളൂ. 2 ദിവസമായിട്ടുള്ളൂ. അപ്പൊ 2 ദിവസം നേരെ പട്ടുമാലിലേക്ക് പോകുന്നു. നമുക്ക് പാടണ്ടേ ഒരു 2 വരി? തീർച്ചയായും. ഇക്കയുടെ പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് അബ്ദുൾ റഹ്മാന്റെ ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഫിറോസ് ക ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടമിടറുന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് ഉമ്മയെക്കുറിച്ചുള്ള പാട്ടായതുകൊണ്ട്, പിന്നെ ആ പാട്ടിൽ പറഞ്ഞ പോലെ കയ്യോ വളരണ കാലോ വളരണം. ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പാട്ടിൻ്റെ ഖലീലുള്ള ചെമ്മനാട്, നിങ്ങളുടെ നാട്ടുകാരനായ ഖലീലുള്ള എഴുതിയിട്ട് ഞാൻ 2 പാട്ടിനെ എൻ്റെ ജീവിതത്തിൽ ഈണം കൊടുത്തിട്ടുള്ളൂ. അതിലൊരു പാട്ട് റഹ്മാൻ അതിൽ പ്രയോഗിച്ച ചില പ്രയോഗങ്ങൾ എനിക്ക് പല്ലവി 1 വട്ടമല്ല, ഒരു 100-200 വട്ടം കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷം അവനത് പാടിയതിൽ കേട്ടോ. എൻ്റെ ഒരു കുട്ടി ഇത്രയും വളർന്ന് കണ്ടല്ലോ എന്നൊരു സന്തോഷമാണ്. ഈ പാട്ടിൻ്റെ സൃഷ്ടാവ് കമ്പോസർ ഇക്കയ്ക്കാണ് എൻ്റെ പ്രണാമം. ഒരു രക്ഷയില്ല. വാട്ട് എ സോങ്! അത്രയ്ക്കും ഗംഭീരമായിട്ടുണ്ട്. കാരണം 2 പാട്ടിൽ നിർത്തിക്കളഞ്ഞത് ഭയങ്കര നഷ്ടമായി പോയി. കാരണം ഇനിയും കുറേ പാട്ടുകളൊക്കെ ചെയ്യണം. വളരെ നന്നായിരിക്കും കേട്ടോ. ഒരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു പാട്ട്. പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ ഓർക്കസ്ട്ര ഒരു പ്രത്യേക കയ്യടി കൊടുക്കണം പ്ലീസ്. പിന്നെ ഈ റൗണ്ട് അറിയാം നമുക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സിങ്. കാരണം അത്രയ്ക്കൊരു ഇമോഷണൽ ആയിട്ടുള്ള റൗണ്ടാണ്. അപ്പം അത് ഇത്രയും ആ പാട്ടിങ്ങനെ കരൾ പൊട്ടി തന്നെയാണ് റഹ്മാൻ പാടിയിട്ടുള്ളത്. നല്ല ജ്ഞാനസ്ഥനാണ്, വളരെ ടാലന്റഡ് ആണ്. കാരണം പാടുന്ന ഓരോ സംഗതിയൊക്കെ നമുക്ക് മനസ്സിലാവും. അത് കൂടുതലൊന്നും പറയാനില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന ആളാണ്. അപ്പം എനിക്ക് വളരെ സന്തോഷം. അത് ഈ പ്രാവശ്യവും കാണാൻ ദൈവം ഇടവരുത്തിയല്ലോ. അസലായിട്ട് പാടി. ഫീലിൻ്റെ കാര്യത്തിൽ എനിക്ക് ആദ്യമേ അറിയാം, എക്സ്ട്രീമാണ്. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. അത്രയും ഫീൽ ചെയ്ത് പാടുമ്പോഴും ആ പ്ലാൻസ് ഒന്നും കയ്യിൽ പോണില്ല. പിന്നെ ഉമ്മയ്ക്ക് വലിയൊരു നമസ്കാരം. കാരണം 9 മക്കളെ വാപ്പില്ല എന്ന് പറഞ്ഞു വളർത്തി വലുതാക്കി ഇതുവരേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ വളർത്താൻ ബുദ്ധിമുട്ടുള്ള കാലമാണ് ഇപ്പോൾ. നമുക്ക് ഇത്രയും മാത്രം നമ്മൾ സ്നേഹിക്കുകയും കരുതുകയും നമ്മളെ നോക്കുകയും ചെയ്യുന്ന പാരൻസിനെ നമ്മൾ ജീവിതത്തിൽ ഒരു കാലത്തും മറന്നു പോകാൻ ഇടവരാതിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് അബ്ദുൾ റഹ്മാന്റെ മാർക്സിലേക്ക് പോവാം. നജീമിക്ക. റഹ്മാൻ ശരിക്കും പാടുമായിരുന്നില്ല, ജീവിക്കുമായിരുന്നു. 28. ഫിറോസിക്ക. 38. 28.5. അബ്ദുൾ റഹ്മാന്റെ ടോട്ടൽ മാർക്സ് 94.5 out of 100. ഇനി എന്താ വേണ്ടേ? ഇനി ഒരു കാര്യം കൂടെ വേണമല്ലോ. നമ്മുടെ അബ്ദുൾ റഹ്മാന്റെ പാട്ടില് ഒരു കാര്യം ചോദിച്ചിരുന്നില്ലേ ഉമ്മയോട്? അപ്പൊ ഒരു ഉമ്മ കൊടുക്കണ്ടേ? ഇത്രയും നല്ല മാർക്സ് ഒക്കെ മേടിച്ച് പെർഫോം ചെയ്തില്ലേ? ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ അബ്ദുൾ റഹ്മാന്റെ ഇക്ക ഇവിടുത്തെ പഴയ ഒരു വലിയ പാട്ടുകാരനാണ് പട്ടുമാലിന്റെ വേദിയിലെ. അപ്പൊ നിങ്ങൾ 2 പേരും കൂടെ ആണോ പാടാൻ പോകുന്നത്? 2 വരി. ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ. രാഹിമും നീ രാസിക്കും നീ പാടുന്നിതാ ഞാൻ അവദാനങ്ങൾ. അല്ലാഹുവേ ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ. രാഹിമും നീ രാസിക്കും നീ പാടുന്നിതാ ഞാൻ അവദാനങ്ങൾ. അല്ലാഹുവേ ആരാധ്യനേ
വണ്ടർഫുൾ പെർഫോമൻസിന് 4 വിഷ് ബെഡ്സ് നൽകുന്ന ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്. അമ്മ